ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോടും എക്സൈസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി. കൃത്യമായ മറുപടി നൽകാനാണ് നിർദ്ദേശം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഷീല സണ്ണി നൽകിയ ഹർജിയിലാണ് നടപടി. 72 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്നാണ് ആവശ്യം. കേസിലെ മുഖ്യപ്രതി MN നാരായണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. S ശ്രീകാന്തും സൂരജ് സജിയുമാണ് കൊച്ചിയിൽ നിന്നും തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ്, എപ്പോഴാണ് ഈ നാരായണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കുക? എന്താണ് വിശദാംശങ്ങൾ? വേണു, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യപ്രതിയായിട്ടുള്ള നാരായണൻ ആണ് ഇപ്പോൾ ഈ തൃശൂർ സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിലാണ് ഇന്നിപ്പോൾ വാദം കേൾക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷീല സണ്ണിയും അതുപോലെ തന്നെ ഷീല സണ്ണിയുടെ അഭിഭാഷകനും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, എക്സൈസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുർബലമായ വകുപ്പുകളാണ് ഈ നാരായണനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ കേസിന്റെ ഗൗരവം കോടതിയെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ കേസിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കണം എന്നൊരു ആവശ്യം കോടതിയിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഷീല സണ്ണി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറിയോടക്കം വിശദീകരണം തേടിക്കൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഷീല സണ്ണി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ ഈ കേസിൽ കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഈ ജയിലിലാണ്. അപ്പൊ ആ സമയത്ത് വീണ്ടും ഇപ്പോൾ ഒരു നിയമ പോരാട്ടത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. അതിപ്പോ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. 72 ലക്ഷം രൂപയ്ക്കാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ വക്കീൽ വന്ന് ഗായത്രി മുരളീധരനും പിന്നെ സഞ്ജു പി ശിവൻ ആണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഒരു വർഷമായി ഇത് സംഭവിച്ചിട്ട്. ഇപ്പോൾ 27-ാം തീയതി ഇപ്പോൾ തെറ്റ് ചെയ്തവർ ഇതുവരെ ഒരു നടപടിയും അവരുടെ മേലെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ദിവസങ്ങളൊക്കെ ഞാൻ അനുഭവിച്ച വേദന ഞാൻ ഓരോരോ ദിവസം ഓർക്കായിരുന്നു. 27-ാം തീയതി എനിക്ക് തീരെ വയ്യായിരുന്നു. അന്നത്തെ ഞാൻ കഴിഞ്ഞ വർഷം ഈ നേരത്ത് ജയിലിലാണല്ലോ. ആ ഉരുകിയ നിമിഷങ്ങൾ എൻ്റെ ഒരു എന്താണെന്നും കൂടി അറിയാതെ ഒരു പേപ്പർ കഷ്ണം, ഇത് എന്ത് സാധനമാണെന്നും കൂടി അറിയില്ല. അതിനുവേണ്ടി ഞാൻ അനുഭവിച്ച വേദന, ഞാൻ മയക്കുമരുന്നുകാരിയാണ് ചിത്രീകരിക്കപ്പെട്ടു. പല ചാനലുകളിലും എൻ്റെ ലോകം ഫുള്ളായിട്ട് എന്നെ അറിഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. വിഷമം പറഞ്ഞെങ്കിൽ അത് അനുഭവിച്ച എനിക്ക് അത് അറിയുള്ളൂ. എനിക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റൂല. പണം കൊണ്ട് തീർക്കാവുന്ന നഷ്ടമല്ല നമുക്കുണ്ടായത്. അത് ഉറപ്പാണ്. പണം കൊണ്ട് ഒരിക്കലും അത് തീർക്കാൻ പറ്റൂല. അത്രമാത്രം ഞാൻ ഉരുകിയിട്ടുണ്ട്, മനസ്സ് വിഷമിച്ചിട്ട്. ഈ നാരായണദാസിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നിസ്സാരമാണ് എന്നുള്ളതാണ്. അങ്ങനെ കേട്ട ആൾക്ക് ജാമ്യം കിട്ടാനുള്ള വകുപ്പാണ് ആളുടെ മേലെ ചുമത്തിയിട്ടുള്ളതാണ് പറയണത്. പക്ഷെ എക്സൈസ് പറഞ്ഞത് ഇത് നാരായണദാസ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നാരായണദാസും നമ്മൾ പറഞ്ഞ ബന്ധു യുവതിയും തമ്മിൽ ഒരുമിച്ചാണ് എക്സൈസ് പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കുള്ളത്. എനിക്കല്ലാതെ ഈ നാരായണദാസിനെ അറിയില്ല. എന്തായാലും വേണു, ഇത്തരത്തിൽ തന്നെയാണ് വലിയ മനോവിഷമം ഉണ്ടാക്കിയ സംഭവമാണ്. അതൊരിക്കലും പണം കൊണ്ട് തീർക്കാവുന്നതല്ല. എന്നാൽ പോലും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇന്ന് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുകയാണ്. ശരി, S ശ്രീകാന്തും കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, എന്തു കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറിക്കും എക്സൈസ് കമ്മീഷണർക്കുമുള്ള ഹൈക്കോടതി നിർദ്ദേശം? വേണു, ഇതൊരു സുപ്രധാനമായ കേസായാണ് ഹൈക്കോടതി പരിഗണനയ്ക്ക് എടുത്തിരിക്കുന്നത്. അതിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ കാര്യങ്ങൾ ഈ കേസിലുണ്ട്. അതിൽ എക്സൈസും ചീഫ് സെക്രട്ടറിയും വിശദീകരണം നൽകണം എന്നാണിപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയത് അറിഞ്ഞിട്ടും, അത് കൃത്യമായി അറിഞ്ഞിട്ടും അതിൽ ഇടപെടുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ എക്സൈസിന്റെ ഭാഗത്തുനിന്നും എന്ത് നീക്കമുണ്ടായി എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്തു. ഗൗരവമായി കണക്കാക്കേണ്ട കാര്യമാണ് എന്ന് കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി എടുത്തു പറഞ്ഞു. സർക്കാരും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും കൃത്യമായ മറുപടി ഈ കേസ് പരിഗണിക്കുമ്പോൾ നൽകണം എന്നുള്ളതായിരുന്നു കോടതിയുടെ ആവശ്യം. 72 ദിവസം താൻ ജയിലിൽ കിടന്നു. 72 ദിവസം ജയിലിൽ അനുഭവിച്ചത് കൊടിയ യാതനകളാണ്. ഈ 72 ദിവസം ജയിലിൽ കിടന്നതിന് നഷ്ടപരിഹാരമായി 72 ലക്ഷം രൂപ വേണം. ഇതായിരുന്നു ഷീല സണ്ണിയുടെ ആവശ്യം. അതായത് ഒരു ദിവസം 1 ലക്ഷം രൂപ എന്ന കണക്കിലാണ് അവർ ചോദിച്ചിട്ടുള്ളത്.
കൗതുകകരമായ ഹർജി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. മുൻപ് ഒരുപാട് ഇത്തരത്തിൽ മാനനഷ്ട ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം കൗതുകകരമായ ഇത്രയധികം തുക ചോദിച്ചുകൊണ്ടുള്ള, അത് ഒരു ദിവസം 1 ലക്ഷം എന്ന രീതിയിൽ തുക ചോദിച്ചുകൊണ്ടുള്ള ഒരു ഹർജി എത്തുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. ഷീല സണ്ണിക്ക് അനുകൂലമായ പരാമർശമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും വന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കേസിന്റെ വാദം നടക്കുമ്പോഴറിയാം ഷീല സണ്ണിക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്ന്. ശരി, എസ് ശ്രീകാന്തും സൂരജ് സജിയുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത പൂക്കോട് നിന്നുള്ളതാണ്. പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു പ്രതി കൂടി കീഴടങ്ങിയിരിക്കുന്നു. പ്രധാന പ്രതിയായ കാശിനാഥനാണ് കീഴടങ്ങിയിരിക്കുന്നത്. ഇതോടെ ആകെ പിടിയിലായവർ 13 ആയി. പ്രതി പോലീസിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്.